തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയലിന്റെ രാജിക്ക് കാരണം ശിവസേനയ്ക്ക് പാർട്ടി പേരും ചിഹ്നവും നൽകിയതിലെ തർക്കമെന്ന് സൂചന. പേരും ചിഹ്നവും അനുവദിക്കാൻ നിയമസഭാ കക്ഷി ഭൂരിപക്ഷത്തിന് ഒപ്പം സംഘടനാ ഭൂരിപക്ഷവും പരിശോധിക്കണമെന്നായിരുന്നു അരുൺ ഗോയലിന്റെ നിലപാട്. നിയമസഭാ കക്ഷി ഭൂരിപക്ഷം മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. NCPയുമായി പിളർപ്പുമായി ബന്ധപ്പെട്ടും അരുൺ ഗോയലിന്റെ നിലപാട് തള്ളിയത് ഭിന്നത രൂക്ഷമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ആർക്കെ ഈ രാജിക്ക് പിന്നാലെ വിവാദമായത് അതിൽ ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും സൂചനകളും വരികയാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്താണ് ഈ അരുൺ ഗോയലുമായി ഉണ്ടായ പ്രശ്നം? എന്താണ് ഈ തർക്കത്തിന് നിദാനമായത്? പ്രജിൻ, നമുക്ക് മുന്നിലുള്ള ചില വസ്തുതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിവസേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാസാക്കിയ ഉത്തരവ്, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന രീതിയിൽ ഉള്ള ഉത്തരവ്, അത് ശിവസേനയിലെ തർക്കത്തിന് പരിഹാരം എന്ന രീതിയിൽ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം അംഗീകരിച്ചുകൊണ്ട് ഷിൻഡെ വിഭാഗത്തിന് പാർട്ടി പേരും ചിഹ്നവും നൽകുന്നു എന്നുള്ളതായിരുന്നു. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താതെയാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് അരുൺ ഗോയലിന്റെ ഭാഗത്ത് നിന്ന് ഈ അതൃപ്തി കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അരുൺ ഗോയലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എന്നതിലുപരി പാർട്ടി സംഘടനാ നേതൃത്വത്തിലെ ഭൂരിപക്ഷം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭിന്നത ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഔദ്യോഗിക വിഭാഗം ഏത്, അഥവാ പാർട്ടിയുടെ യഥാർത്ഥ താല്പര്യം എന്ത് എന്ന് നിശ്ചയിക്കാൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ അതിനെ അംഗീകരിക്കാതെയാണ് ഉത്തരവുണ്ടായത്. അതൊരു കീഴ്വഴക്കമായി NCP കേസിൽ മാറുകയും NCPയിലും അതിന് അനുബന്ധമായിട്ട് ശരത് പവാർ വിഭാഗത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന ഉത്തരവുണ്ടാവുകയും ചെയ്തു. ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോഴത്തെ നടപടികളിലേക്ക് കാരണമായിരിക്കുന്നത്.